ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നോട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ നൈറ്റ് ഹെയർ കെയർ റൊട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അറിവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഒരു പ്രത്യേക ഹെയർ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിരിക്കും. അത് മാത്രമല്ല എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ മാറാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക, ഒരുപാട് വൈകിക്കില്ല, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ബാലൻസ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ചെയ്തിട്ട് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ പിന്നെ നമുക്ക് അവിടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ജടയും കെട്ടുപണിയിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ നോക്കുക. കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഗ്യാപ്പുള്ള പല്ലുള്ള ചീർപ്പ് വെച്ചിട്ട് കളയാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സിമ്പിളായിട്ട് ഊരി വരുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് കളയാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഹെയറിലെ ജടയും കാര്യങ്ങളും എല്ലാം കളഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, അതിപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണ ആയിക്കോട്ടെ സാധാ ഓയിലായിക്കോട്ടെ, എന്ത് വെളിച്ചെണ്ണയാണോ നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാറ്, ആ ഒരു ഓയിലിൻ്റെ 2-3 ഡ്രോപ്സ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ, ഹെയറിൻ്റെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ എടുക്കുന്നത് കാച്ചിയ വെളിച്ചെണ്ണയാണ്. ഈ ഒരു കാച്ചിയ വെളിച്ചെണ്ണേൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്നത് എത്രയെന്ന് കണ്ടോളൂ. ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര നേരം മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും നേരം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഹെയറിനെ ലൂസായിട്ട് പൊക്കി വെച്ച് കെട്ടിയിട്ട്, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രാബാണ് കേട്ടോ ഇടാറ്. എപ്പോഴും ഞാൻ ഇങ്ങനൊരു ക്രാബ് ഇട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ കെട്ടിവെക്കാറുണ്ടായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടിവെക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഹെയർ നല്ലപോലെ ലൂസായിട്ട് പിന്നിയിട്ട് ഒരു ബണ്ണിട്ടാലും മതി. ഇങ്ങനെ കെട്ടണമെന്നുണ്ടെങ്കിലും ലൂസായിട്ടാണ് കേട്ടോ കെട്ടുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ നൈറ്റ് ഹെയർ കെയർ റൂട്ടീൻ ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.